പലപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുണ്ട് ബി എ എക്സ്പ്ലോറർ, ബി എ അഡ്വഞ്ചറർ എന്നുള്ളത്. അതായത് ഇപ്പോഴും പല വിദ്യാർത്ഥികളും പഠിക്കുന്ന ക്യാമ്പസ് പൂർണ്ണമായി കാണാത്തവരാണ്, അല്ലെങ്കിൽ കണ്ടു തീർത്തിട്ടില്ലാത്തവരാണ്. ലൈബ്രറിയിൽ പോകാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഒരു ക്യാമ്പസിലുണ്ടാകും. ലാബുകൾ കാണാത്ത, ഇനി കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംവിധാനങ്ങളുള്ള ക്യാമ്പസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റുഡിയോ കാണാത്ത ആളുകളുണ്ടാവും. എന്തിനേറെ ആ ക്യാമ്പസിലെ ഗാർഡനിൽ പോലും ഇറങ്ങാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. ഇന്നേ വരെ ക്യാൻറ്റീനിൽ പോകാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇടമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ഈ ലൈബ്രറിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല ക്യാമ്പസുകളിലും ഇപ്പോഴും കുട്ടികൾ കടന്നു ചെല്ലാത്ത ഒത്തിരി ഇടങ്ങളുണ്ട്. നന്നായി വായിക്കുന്ന കുട്ടികൾ, നന്നായി ചിന്തിക്കുന്ന കുട്ടികൾ, നല്ല അറിവ് നേടുന്ന കുട്ടികൾ, അതെല്ലാ ക്യാമ്പസിൻ്റെയും ഒരു മുഖമുദ്രയാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ അഭിമാനമാണ് അത്തരം കുട്ടികൾ. എനിക്കറിയാം പല സ്കൂളുകളിലും ഇപ്പോൾ 3ഉം 4ഉം പത്രങ്ങളൊക്കെ വരുന്ന സ്കൂളുകളുണ്ട് ലൈബ്രറിയിൽ. അല്ലെങ്കിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്കൂൾ ലൈബ്രറികളുണ്ട്. ഇതിലേക്കൊന്നും കുട്ടികൾ ഒട്ടും നടന്നെടുക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഈ അടുത്തയിടെ ഒരിടത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഞങ്ങൾ ഓരോ വർഷവും ഓരോ അധ്യയന വർഷവും ഒരു കുട്ടിയെ കൊണ്ട് 10 പുസ്തകമെങ്കിലും വായിപ്പിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തിരുന്നു. PTA മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അതിൻ്റെ കൗൺസിലിൽ അവതരിപ്പിച്ച് ജനറൽ ബോഡി എടുത്തൊരു തീരുമാനമാണ് 10 പുസ്തകമെങ്കിലും ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് വായിപ്പിക്കണമെന്നുള്ളത്. എല്ലാ കുട്ടികൾക്കും ബ്രാൻഡ് ന്യൂ പുസ്തകങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് കിട്ടുമ്പോൾ അതിലെ പശ പോലും വിടാത്ത രീതിയിൽ, അല്ലെങ്കിൽ 2 പേജുകൾ കൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ ആ പേജുകൾ പോലും ഒന്ന് മറിച്ച് നോക്കാൻ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ പോലും സമയമില്ലാതെയാണ് കുട്ടികൾ തിരിച്ചു വരുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് പോലും മടിയുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് ഇവർ ക്യാമ്പസിൻ്റെ അനന്തമായ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടാണ് പറയുന്നത്, ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ പ്ലേ ഗ്രൗണ്ടാണ്. അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ, ഈച്ച് ന്യൂക്ക് ആൻഡ് കോർണർ യു ഹാവ് ടു എക്സ്പ്ലോർ ലൈക്ക് എ എക്സ്പ്ലോറർ. താങ്ക് യു.